പ്രിയപ്പെട്ടവരാണ്, സ്വന്തം വീട്ടിലെ കുട്ടിയാണ്. അപ്പോൾ ആ വേദന എങ്ങനെ അവർ പങ്കുവെക്കുമെന്നൊന്നും പറയാനാകില്ല. കാരണം അത്രമാത്രം ദുഃഖം നിറഞ്ഞു നിൽക്കുകയാണ് രഞ്ജിത്ത് ഇവിടെയെല്ലാം. എല്ലാവർക്കും പ്രിയപ്പെട്ടവരാണ് എല്ലാവരും. അധ്യാപകരൊക്കെ സ്വന്തം കുടുംബാംഗങ്ങൾ എന്ന തരത്തിലാണ് ഇപ്പോൾ ആളുകളൊക്കെ പ്രതികരിക്കുന്നത്. അത്രമാത്രം വിഷമകരമായ ഒരു സാഹചര്യം. എങ്ങനെ ഈ നാട് ഇതിനെ അതിജീവിക്കുമെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ ഇനി ആ കുട്ടികളുടെ അവസ്ഥ, ഇതുവരെ ഉണ്ടായിരുന്ന അധ്യാപകർ 6 പേരാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതെയായത്. ആ കുട്ടികൾ, പ്രിയപ്പെട്ട കുട്ടികൾ എങ്ങനെ ഇതിനെ മറികടക്കും? അവർക്ക് ഈ അടുത്ത അധ്യയന വർഷം തുറന്നു വരുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന മിഠായിയും ബലൂണുകളൊക്കെ കൊടുത്തിരുന്ന, ചൊല്ലിക്കൊടുത്തിരുന്ന ആ അധ്യാപകനും ഒന്നും ഉണ്ടാകില്ല എന്നത് ഈ കുട്ടികളെങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളതും മറ്റൊരു പ്രധാന ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. എന്താണെങ്കിലും നേരത്തെ അധ്യാപകൻ പറഞ്ഞ പോലെ കാലം എല്ലാ മുറിവുകളെയും മായ്ക്കുമെന്നാണ് പറയുക. പക്ഷേ അതിനെത്ര സമയമെടുക്കും, എത്ര കാലമെടുക്കുമെന്ന് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി തുടരുക തന്നെ ചെയ്യും. രഞ്ജിത്ത്. വലിയ സങ്കടവും വലിയ പ്രയാസവും അനുഭവിക്കുന്ന അന്തരീക്ഷം, ഒരു പ്രദേശം മുഴുവൻ, ഒരു ഗ്രാമം മുഴുവൻ വല്ലാതെ വിങ്ങുന്ന അന്തരീക്ഷം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് കാണാം.